അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. SFIക്കാരന്റെ ഒരു രോമകൂപത്തിൽ പോലും തൊടുകയില്ല എന്ന് ഉറപ്പുള്ള പോലീസിന്റെ മുമ്പിൽ വെച്ച് ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. ഇവന്മാര് കാട്ടിക്കൂട്ടുന്ന ഒരു ആഭാസ പ്രകടനം എന്നതിന്റെ അപ്പുറത്ത് ആ സമരത്തെ വിശേഷിപ്പിക്കാൻ കഴിയോ? വനിതാ സഖാവിനെ നോക്കി നിനക്ക് ഞാൻ വയറ്റിലുണ്ടാക്കി തരും എന്ന് പറഞ്ഞ നികൃഷ്ടനായ ഒരുത്തൻ. നീ ഒന്നും ജീവിതകാലത്ത് നന്നാവില്ലടാ. നീ നന്നായി, സത്യമായിട്ട് ഞാൻ നന്നായിട്ട് ഇപ്പൊ 1-2 ആഴ്ചയായി. മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. എന്താടാ? ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ആ വാദിയുടെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കിയ ഒരുത്തൻ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അവൻ മുണ്ടിൽ നിന്ന് വിടടാ പന്നി എന്ന് ഒരു പോലീസുകാരന്റെ മുഖത്തോക്കി പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പുറത്തൊരു DYSP റാങ്കുള്ള ഓഫീസർ അവന്റെ മുന്നിൽ കെഞ്ചി കേണ് കരയുകയാണ്. നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഈ ഓഫീസർക്കൊക്കെ പാതി മീശയും പഠിച്ച് വാസക്ടമി സർജറിക്കും വിധേയനായി വല്ല രാമേശ്വരത്തും പോയി ക്ഷൗരപ്പണി എടുത്തുകൂടെ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനെക്കുറിച്ച് 2 വാക്ക് പറ. ഇതിനെ കുറിച്ചാ ചെയ്യുന്നവർ അത്ര മോശമാണോ? ഈ ബാർബർ അങ്ങനെ ഇടപെടാൻ പറ്റില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. താങ്കളെ സുന്ദരനാക്കി ഒരു ക്ഷൗരനാണ്, അങ്ങനെ ബാർബറാണ്. നമുക്ക് താങ്കളെ സുന്ദരനാക്കി ബാർബറല്ലേ? വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. എന്താ ആ ജോലിക്ക് കുഴപ്പം? ലേശം ഇളക്കമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. എന്റെ ശരീരം ഇളക്കണ്ടെന്ന് പറഞ്ഞേക്കൂ. എന്റെ ഊഴത്തിൽ നിങ്ങൾ ഇടപെടണ്ട. ഞാൻ പറയാം. കാലിക്കറ്റ് സർവകലാശാലയിലെ 18 അംഗ സെനറ്റ് മെമ്പർമാരുടെ പട്ടിക ഗവർണർ കൊടുത്തതിൽ മടപ്പള്ളി കോളേജിലെ SFIക്കാരുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ SFIക്കാരുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഇതാരാ? SFIക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കൊടുത്ത പേരിനനുസരിച്ച് ഗവർണർ കൊടുത്തതാണോ? ഇവരെ തമ്മിൽ അതിന്റെ പേരിൽ അവിശുദ്ധ ബന്ധമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എങ്ങനെയുണ്ട്? അപ്പൊ മുതലാളി എല്ലാം പറഞ്ഞ പോലെ നാളെ കാണാം. കാണണമെന്നില്ല. എന്നാ മറ്റന്നാ വരട്ടെ ചാച്ചി.